ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിതാ നമുക്ക് ഫ്രഷ് ആയിട്ട് കണവ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മീൻ കിട്ടുമ്പോഴില്ലേ ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് വെച്ച് ഞാൻ കുറേ വെറൈറ്റി, അതായത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള എല്ലാവരും ഇതുപോലെ ചെയ്യുന്നുള്ള അറിയത്തില്ല കേട്ടോ. പക്ഷേ ഈ മീൻ കിട്ടിയാലേ കുറേ വെറൈറ്റികൾ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ്. അടിപൊളി മീനാണ്, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അടിപൊളി മീനാണ് കിട്ടിയിരിക്കുന്നത്. അത് ഫ്രഷാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ക്ലീനിങ്, നമ്മൾ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്, കുക്ക് ചെയ്യുന്നത് എല്ലാം കാണിച്ചു തരാവേ. എനിക്ക് ഈ മീൻ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഈസിയാണ് അല്ലേ ക്ലീൻ ചെയ്യാനും കട്ട് ചെയ്യാനും. പിന്നെ കാണാൻ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്, ചെയ്യാനും ചെയ്ത് കഴിക്കുമ്പോഴും എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിതിനെ തോരൻ വെക്കും, റോസ്റ്റ് ചെയ്യും, ഫ്രൈ ചെയ്യും, കറി വെക്കും. നമ്മൾ ഫിഷ് കറി ആയിട്ട് വെക്കത്തില്ല കേട്ടോ, അതിന് ഇവിടെ അധികം ഫാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ തോരനൊക്കെ നമ്മൾ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ചില ഹോട്ടലിലൊക്കെ പോകുമ്പോഴല്ലേ നമ്മുടെ ഈ കണവയുടെ സ്കിന്നൊന്നും റിമൂവ് ചെയ്യാറില്ല അല്ലേ. സീ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ വാങ്ങിക്കുമ്പോൾ ഇത് ഈ സ്കിൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ ചൂര മീനൊക്കെ വാങ്ങിക്കുമ്പോഴും അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യും കേട്ടോ. എന്തോ സ്കിന്ന് അത്ര സെറ്റ് ആവില്ല കേട്ടോ ഇവിടെ ആർക്കും. അതുകൊണ്ട് സ്കിന്നൊക്കെ മാക്സിമം റിമൂവ് ചെയ്തിട്ടാണ് എടുക്കാറ്. പിന്നെ വളരെ ഈസിയാണ്. ഒരു ഇത്തിരി ഇങ്ങനെ നമ്മളൊന്ന് സ്ക്രാച്ച് ആക്കിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ സ്കിൻ പെട്ടെന്ന് നമുക്ക് റിമൂവ് ആയി കിട്ടും കേട്ടോ. നമ്മുടെ ഇവിടെ കണവ വാങ്ങിച്ച ഫിഷ് കറി പോലെ വെക്കാറില്ല കേട്ടോ. ഇവിടെ അധികം ഫാൻസ് ഇല്ല ഫിഷ് കറിക്ക്. കണവ ഫിഷ് കറി പോലെ വെക്കുന്നതിന് റോസ്റ്റ്, തോരൻ, ഫ്രൈ ഇതിനൊക്കെയാണ് കൂടുതലായിട്ട് ഫാൻസ് കൂടുതലാട്ടോ. പിന്നെ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴും തോരൻ വെക്കുമ്പോഴും ഓരോന്നും ഓരോ കട്ടിങ് ആണ് കേട്ടോ ഇതിന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാവേ, ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് തോരൻ വയ്ക്കാമെന്നാണ് കേട്ടോ. ഇത് തോരൻ വെച്ച് കുറച്ച് എടുത്ത് മാറ്റി ഫ്രൈക്കും കൂടെ നമുക്ക് മസാല തേച്ച് പിടിപ്പിച്ച് നമുക്ക് ഫ്രീസറിൽ വെക്കാം. നാളെ എങ്ങാനും എടുത്ത് റോസ്റ്റ്, അങ്ങനെയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ തോരൻ വയ്ക്കുന്ന സമയത്ത് ഈ രസവും കൂടെ വയ്ക്കും. അപ്പോൾ ചോറ്, രസം, തോരൻ ഒരു അഡാർ കോംബോ ആണ്. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ തോരൻ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് കമൻറ്റ് ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ ചെയ്ത് കഴിച്ചിട്ടില്ലെങ്കിലുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കധികം ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. നമ്മുടെ ഫാമിലിയിലായിരുന്നാൽ അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണേ. പിന്നെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്നതില്ലേ, അത് ഫ്രൈക്ക് എടുക്കാനാണ്. തോരൻ വേറൊരു ഷേപ്പിലായിരിക്കും കേട്ടോ കട്ട് ചെയ്യുക. അങ്ങനെ എല്ലാം നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഒന്ന് മസാല തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആവശ്യത്തിന് കണവ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ സ്പൈസി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് കുരുമുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുരുമുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും കൂടെ കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഓയിലും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ മസാല എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കാം. പിന്നെ ഞാനിത് ഫ്രൈക്ക് വേണ്ടിയിട്ട് മസാല തേച്ച് വെക്കുകയാണെങ്കിലും ചിലപ്പോൾ ഞാനത് ഫ്രൈ ആക്കും, അല്ലെങ്കിൽ ഞാനത് റോസ്റ്റ് ആക്കും കേട്ടോ. രണ്ട് രീതിയിൽ നമുക്കിത് മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്രൈ നാളത്തേക്കാണെന്ന് പറയുമ്പോഴേ മക്കൾക്ക് ഭയങ്കര വിഷമമാണേ. അപ്പോൾ ഫ്രൈക്ക് ഞാൻ ഇന്ന് മസാല തേച്ച് നാളെ എടുക്കുമ്പോഴേ അത് സെറ്റായി കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മസാലയൊക്കെ തേച്ച്, അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും മസാലയൊക്കെ ഇങ്ങനെ സെറ്റായിട്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ നാളെ ആക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ നമുക്ക് തോരനുണ്ടല്ലോ, പിന്നെ അത് മതി എന്നുള്ളത് ഒരു മൈൻഡിലാണ് കേട്ടോ. എല്ലാം കൂടെ നമ്മൾ എടുക്കണ്ട, ഓരോന്നോരോന്നായിട്ട് കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. എല്ലാം കൂടെ കഴിക്കുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് മനസ്സിലാകത്തില്ല. ഓരോ ദിവസം ഓരോന്നങ്ങ് കഴിക്കുമ്പോഴായിരിക്കും റിയൽ ടേസ്റ്റ് ഒന്ന് മനസ്സിലാവുക അല്ലേ. അപ്പോൾ പിന്നെ ഞാനിവിടെ തോരനുള്ള കണവ നമ്മൾ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് വേവിച്ചിട്ട് നമുക്കത്
ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ചൂടാക്കി അതിലോട്ട് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള എടുത്ത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ആവശ്യമായിട്ട് പോയതാണ് കേട്ടോ. തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഉമ്മ ഇവിടെ തോരത്തിനുള്ള അരപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു, അയ്യോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എന്തായിരുന്നാലും ഞാൻ കാര്യം പറഞ്ഞുതരാം, മസാല എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ നമ്മൾ ഈ നേരത്തെ ഫ്രൈ പാൻ ചൂടാക്കി കടുക് പൊട്ടിച്ചില്ലേ, അതിലോട്ട് നമ്മുടെ വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് വറ്റൽമുളക് ഇട്ട് അതൊന്ന് ചൂടാവുന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തോരത്തിൻ്റെ അരപ്പ് എങ്ങനെ ചേർക്കുന്നതെന്ന് വെച്ചാൽ ആവശ്യത്തിന് തേങ്ങ, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ ജീരകം, ഇത്രയൊക്കെ ഇട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. ഇനി ഇതിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാവേ. അടുത്തത് നമ്മുടെ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റി വരണം. അതിനുശേഷം മാത്രം നമുക്ക് അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. നമ്മൾ ഈ തേങ്ങയുടെ അരപ്പിടുമ്പോഴാണ് കേട്ടോ റിയൽ ഒരു മണവും ആ ഒരു ഫ്ലേവറും ഒരു പൊന്നെ, അപ്പോഴാണ് ഒരു ഇത് കിട്ടുക കേട്ടോ. നമുക്ക് ചുമ്മാ ആ തേങ്ങയുടെ അരപ്പെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും, അത്രയ്ക്ക് ഫ്ലേവർ ഇറങ്ങേ. പിന്നെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന കണവ വെള്ളം വറ്റി നമ്മൾ ഇതിലോട്ട് വെള്ളത്തിൽ നിന്ന് മാറ്റി ഇതിലോട്ട് നമ്മൾ ഉള്ളിയുടെ കൂടെ ഒന്ന് ഇട്ട് ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ വേവ് കൂടും. അതിനുശേഷം അതും രണ്ടും കൂടെ സെറ്റ് ആയതിനു ശേഷം നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോഴാണ് കേട്ടോ മണം, എൻ്റെ പൊന്നെ എന്ത് മണമാണെന്ന് അറിയാവോ, വായിൽ വെള്ളം വരും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ടൊന്ന് കമൻറ്റ് ഇടണേ ഇതിൻ്റെ ഒരു റെസിപ്പിയെ കുറിച്ച്. ടേസ്റ്റിലെ ഒരു വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ. ഇനി നല്ലതുപോലെ വേവിച്ച് നമ്മുടെ കണവത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് റെഡിയായി, രസം റെഡിയായി. അപ്പോൾ പിന്നെ എങ്ങനെയാണ്, ഞാൻ പോയത് കഴിച്ചിട്ട് വരാവേ. അപ്പം നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ഒന്ന് ചെയ്തിട്ടേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്തിട്ടേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.